ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ചാപ്റ്റർ 1 അതായത് ടെൻഡർ ടച്ച് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റി നമ്പർ 15 ആൻഡ് 16 ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോയാലോ? അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. 15ാമത്തെ ആക്ടിവിറ്റിയിലേക്കാണ് ആദ്യം. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സിൽ ഈ സ്റ്റോറിയെ ഒന്ന് ഫ്രെയിം ചെയ്തെഴുതണം. ക്ലൂ ആയിട്ട് അവിടെ 8 ചോദ്യങ്ങൾ വിത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് ആൻസർ പറഞ്ഞു പോകാം. അങ്ങനെ നമ്മൾ ആൻസർ എഴുതി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മുടെ സ്റ്റോറിയുടെ ഒരു സമ്മറി കിട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് ഈ സ്റ്റോറി എന്ത് ചെയ്യാം, റീകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻ അവർ ഓൺ വേർഡ്സ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പിക്ചർ. വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? എന്താണ് സാഷയുടെ അമ്മ ചെയ്തത്? ഉത്തരം, സാഷാസ് മദർ വോക്ക് ഹെർ അപ്പ്. സാഷയുടെ അമ്മ എന്ത് ചെയ്തു? സാഷയെ എഴുന്നേൽപ്പിച്ചു. രണ്ടാമത്തെ ചിത്രം നോക്കിയേ. വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? സാഷയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഹെർ ഫാദർ കുക്ക്ഡ് ഹെർ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം. അവളുടെ അച്ഛൻ അവളുടെ ഫേവറേറ്റ് സ്നാക്കായ ഉണ്ണിയപ്പം പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലായേ? അപ്പോൾ 2 സെൻറ്റൻസ് നമുക്കിവിടെ കിട്ടി. അത് രണ്ടും നമുക്ക് സമ്മറിക്ക് വേണ്ടി യൂസ് ചെയ്യാം. നോക്കിക്കോളൂ. തേർഡ് വൺ. വാട്ട് ഡിഡ് സാഷ ഡു? സാഷ എന്താണ് ചെയ്തത് നോക്കാം നമുക്ക്. ഷി ടുക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉണ്ണിയപ്പാണേ. ഷീ ടുക്ക് സം ഓഫ് ഉണ്ണിയപ്പം ടു സ്കൂൾ വിത്ത് ഹെർ ഫ്രണ്ട് നവീൻ. അവളുടെ ഫ്രണ്ടായ നവീൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ എന്ത് ചെയ്തു? കുറച്ച് ഉണ്ണിയപ്പം കൂടി അങ്ങ് എടുത്തു. ഷീ ഷെയർഡ് ഉണ്ണിയപ്പം വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ ആ ഉണ്ണിയപ്പം ആർക്ക് ഷെയർ ചെയ്തു? അവളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തു. ഫോർത്ത് വൺ. ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? ഡോറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വിൻഡോയുടെ അടുത്ത്, വിൻഡോ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ശരിക്കും അല്ലേ? അപ്പോൾ വിൻഡോയുടെ അടുത്ത് അല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്ത് ആരെയാണ് കണ്ടത് സാഷ? സാഷ സോ എ ഗേൾ അറ്റ് ദ വിൻഡോ. സാഷ ആരെയാണ് കണ്ടത്? ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു ഗേളിനെ കണ്ടു അല്ലേ? ഇനി നോക്ക്. ഫിഫ്ത്ത് വൺ. വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് സാഷയും നവീനും എന്താണ് കേട്ടത്? 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇനി പറയുന്നത്. On the way back home, Sasha and Naveen heard someone singing a song taught by their teacher. അവരുടെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത ഒരു പാട്ട് വഴിയിൽ നിന്ന് ആരോ പാടുന്നത് സാഷയും നവീനും കേട്ടു. എപ്പോഴാണ് കേട്ടേ? വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്. On the way back home, Sasha and Naveen heard someone singing a song taught by their teacher. അവരുടെ ടീച്ചർ പഠിപ്പിച്ച പാട്ട് ആരോ പാടുന്നതായിട്ട് അവർ കേട്ടു. Then 6th one. What did Sasha give കബിത? കബിതക്ക് സാഷ എന്താണ് കൊടുത്തത്? എന്താ കൊടുത്തത്? ആൻസർ നോക്കിയേ. സാഷ ഗിഫ്റ്റഡ് ഹെർ എ പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ അവൾക്ക് എന്താ കൊടുത്തത്? ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ് കൊടുത്തത്. കിട്ടിയേ? ദെൻ 7ാമത്തത്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് മക്കളെ സംഭവിച്ചത്? ആൻസർ നോക്കാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ദ ന്യൂ സ്റ്റുഡൻസ് കബിത ടു എവ്രി വൺ ആൻഡ് വെൽക്കംഡ് ഹെർ ടു ദ സ്കൂൾ. ആ സ്കൂളിലെ പുതിയ കുട്ടിയായ നമ്മുടെ കവിതയെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? വെൽക്കം ചെയ്തു. സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഇതാണ് കവിത, നമ്മുടെ സ്കൂളിലെ പുതിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എവ്രിബഡി ബിക്കെയിം ഹാപ്പി. എവ്രിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എന്തുകൊണ്ടാണ് എല്ലാവരും സന്തോഷിച്ചത്? നമുക്ക് നോക്കാം. Everybody became happy because Kabita was warmly welcomed by her teachers and classmates. എല്ലാവരും ഹാപ്പി ആയി. എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? നമ്മുടെ പുതിയ സ്റ്റുഡൻ്റായ കവിതയെ എല്ലാവരും കൂടി എന്ത് ചെയ്തു? അവരുടെ ക്ലാസ് ടീച്ചറും അല്ലെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ കൂടി വാം വെൽക്കം കൊടുത്തു. നല്ലൊരു സ്വീകരണ മാർക്ക് കൊടുത്തു, നമ്മുടെ കവിതക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയായി. ഇതാണ് മക്കളെ നമ്മുടെ ഈ ഓരോ പിക്ചറിലെയും താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. ഇതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഈ സ്റ്റോറി നമുക്കൊരു ഷോർട്ട് ഫോമിൽ അങ്ങ് എഴുതി നോക്കാം. നോക്കിക്കോ. സാഷാസ് മദർ വോക്ക് ഹെർ അപ്പ്. ഹെർ ഫാദർ കുക്ക്ഡ് ഹെർ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം. സാഷയുടെ അമ്മ സാഷയെ എഴുന്നേൽപ്പിച്ചു.
അവളുടെ അച്ഛൻ എന്ത് ചെയ്തു? കുക്ക്ഡ് ഹെർ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം. അവളുടെ ഫേവറേറ്റ് സ്നാക്കായ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു. ഷീ ടുക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ വിത്ത് ഹെർ ഫ്രണ്ട് നവീൻ. അവൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി അവളുടെ ഫ്രണ്ട് നവീൻ്റെ കൂടെ. ഷീ ഷെയർഡ് ഉണ്ണിയപ്പം വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ ആ ഉണ്ണിയപ്പം ആരുമായിട്ട് ഷെയർ ചെയ്തു? അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു. സാഷ സോ എ ഗേൾ അറ്റ് ദ വിൻഡോ. സാഷ വിൻഡോൻ്റെ അടുത്ത് ആരെ കണ്ടു? ഒരു പെൺകുട്ടിയെ കണ്ടു. ഓൺ ദ വേ ബാക്ക് ഹോം സാഷ ആൻഡ് നവീൻ ഹേർഡ് someone singing a song taught by their teacher. തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സാഷയും നവീനും ആരോ പാട്ട് പാടുന്നത് കേട്ടു. എന്ത് പാട്ടാ പാടിയത്? അവരുടെ ടീച്ചർ പഠിപ്പിച്ച പാട്ടാ പാടിയത്. ഇറ്റ് വാസ് കവിത. അതാരായിരുന്നു? കവിതയായിരുന്നു. സാഷ ഗിഫ്റ്റഡ് ഹെർ എ പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ അവൾക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. The headmaster introduced the new student Kabida to everyone and welcomed her to the school. കബിതേന ഹെഡ്മാസ്റ്റർ എന്ത് ചെയ്തു? സ്കൂളിലേക്ക് വെൽക്കം ചെയ്തു. Everybody became happy because Kabida was warmly welcomed by her teachers and classmates. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും കൂടി എന്ത് ചെയ്തു? നമ്മുടെ ടീച്ചേഴ്സും അവളുടെ ക്ലാസ്മേറ്റ്സും ഒക്കെ ചേർന്ന് കവിതയ്ക്ക് നല്ലൊരു വെൽക്കം കൊടുത്തു. കിട്ടിയേ? ഇതാണ് റീകാസ്റ്റ് ദ സ്റ്റോറിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 16. ഒബ്സർവ് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ എന്ത് ചെയ്യുക? നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ടോ ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു സ്റ്റോറി എഴുതണം. നമുക്ക് എഴുതി നോക്കിയാലോ നമുക്ക് ആ സ്റ്റോറി. ഇതാ നോക്കിക്കോ. എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് കൈൻഡ്നസ്. സ്റ്റോറി എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് വേണ്ടേ? അപ്പോൾ ടീച്ചർ അതിനൊരു ഹെഡിങ് കൊടുക്കുന്നു. എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് കൈൻഡ്നസ്. ഒരു ബാസ്ക്കറ്റ്, ഒരു കൂട നിറച്ചും ദയ അല്ലേ? ദയ. കൈൻഡ്നസ് മീൻസ് ദയ. ഇപ്പോൾ ഇവിടെ നോക്കി ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു പെൺകുട്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഇതാ ഇങ്ങനെ നടന്ന് പോവുകയാണ് അല്ലേ? മാർക്കറ്റിലെങ്ങാൻ വിൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ഫ്രൂട്ട്സ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ജീവികളായിട്ട് അവളുടെ ഫ്രൂട്ട്സ് ഒക്കെ പറക്കി കഴിച്ചു. പാവ ആ കുട്ടി എല്ലാവർക്കും എന്ത് ചെയ്തു? എല്ലാവരും എടുക്കാൻ വിട്ടു. അവസാനം എന്താ സംഭവിച്ചത്? കുട്ടിയുടെ കുട്ട കാലിയായി, ബാസ്ക്കറ്റ് കാലിയായി. ആ സമയത്ത് ഒരു ആട് വന്നിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ള ഒരു വലിയ മാവിനെ ഇടിച്ചു അല്ലേ? മാങ്ങ, ധാരാളം പഴുത്ത മാങ്ങകൾ താഴത്തേക്ക് വീണു. അപ്പം ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാണ് സംഭവം അല്ലേ? നമുക്കിതിനൊരു സ്റ്റോറിയാക്കി എഴുതാമേ. എൻ്റെ മക്കൾ നോക്കിക്കോ. ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല, പക്ഷെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെന്ത് ചെയ്യാം? നന്നായിട്ട് എഴുതാവുന്നതാണ്. ടീച്ചർ തരുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ഓക്കെ, നോക്കാം. എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് കൈൻഡ്നസ്. ഒരു കൂട നിറച്ചും ദയ. വൺ ബ്രൈറ്റ് മോർണിംഗ് എ ഗേൾ നെയ്മഡ് റാണി ഗ്യാതേർഡ് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. ഒരു ദിവസം നല്ല ഒരു ബ്രൈറ്റ് മോർണിംഗിൽ റാണി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ബാസ്ക്കറ്റ് നിറച്ചും ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തിട്ട് പോവാണ്. ഷീ പ്ലേസ്ഡ് ദ ഹെവി ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. അവൾ ആ വലിയ അത്രയും കനമുള്ള ബാസ്ക്കറ്റ് അവളുടെ തലയിൽ വെച്ചു. ഷീ വാക്ക്ഡ് ഡൗൺ ദ ഫോറസ്റ്റ് പാത്ത് ടുവേർഡ്സ് ദ മാർക്കറ്റ്. അവൾ കാട്ടിലൂടെ നടക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആസ് ഷീ വാക്ക്ഡ് എ ഹംഗ്രി എലിഫന്റ് റീച്ച്. അങ്ങനെ അവൾ നടന്നു പോകുന്ന സമയത്ത് നല്ലോണം വിശന്ന് വലഞ്ഞ ഒരു ആന വന്നു. ഇറ്റ് ടുക്ക് ആൻ ഓറഞ്ച് വിത്ത് ഇറ്റ്സ് ലോങ് ട്രങ്ക്. അതതിൻ്റെ വലിയ തുമ്പിക്കൈ വെച്ചിട്ട് ഒരു ഓറഞ്ച് അങ്ങ് പറക്കി അല്ലേ? അതങ്ങ് എടുത്തു. ദെൻ എ മങ്കി സ്നാച്ച്ഡ് എ സ്വീറ്റ് ബനാന. പിന്നെ ഒരു മങ്കി വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബനാന അങ്ങ് എടുത്തിട്ട് കൊണ്ടുപോയി. ചിത്രത്തിൽ എൻ്റെ മക്കൾക്ക് കാണാം അല്ലേ? ഒരു നല്ല മധുരമുള്ള ബനാന പഴം എടുത്തിട്ട് പോയി. സൂൺ എ ടാൾ ജിറാഫ് ലീൻ ഡൗൺ ആൻഡ് പിക്ഡ് അനദർ ഫ്രൂട്ട്. അടുത്തതായിട്ട് ആരാ വന്നത്? ജിറാഫാ വന്നത്. അതിങ്ങനെ കുനിഞ്ഞ്, വലിയ കഴുത്തല്ലേ, അതിങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് അവളുടെ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് പോയി അല്ലേ? ദെൻ എ പാരറ്റ് ഓൾസോ ഫ്ലൂ ഡൗൺ ടു ഗ്രാബ് വൺ. ഒരു തത്ത കൂടെ വന്നിട്ട് അതിൽ നിന്ന് കൊത്തിക്കൊണ്ടുപോയി, ഒരു ഫ്രൂട്ട് കൊത്തിക്കൊണ്ടുപോയി. റാണി ലെറ്റ് ദം ഓൾ ഈറ്റ് ബിക്കോസ് ഷീ വാസ് കൈൻഡ്. റാണി അവരൊക്കെ കഴിക്കാൻ വിട്ടു. കാരണം എന്താ? അവൾ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, ഭയങ്കര ദയാലുവാണ്. ഹെർ ബാസ്ക്കറ്റ് വാസ് നൗ ഓൾമോസ്റ്റ് എംപ്റ്റി. അവളുടെ ബാസ്ക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. സഡൻലി എ ഗോട്ട് ബംപ്ഡ് ഇൻ ടു എ മാസീവ് മാംഗോ ട്രീ. പെട്ടെന്ന് അവിടത്തേക്ക് ആര് വന്നു? ഒരു ഗോട്ട് വന്നു അല്ലേ? ഒരു ആട് വന്നു. ആട് തുള്ളിപ്പോയിട്ട് എന്ത് ചെയ്തു? ഒരു മാംഗോ ട്രീക്ക് ഇടിച്ചു.
അപ്പോഴോ ഹൺഡ്രഡ്സ് ഓഫ് റൈപ്പ് മാംഗോസ് റെയിൻഡ് ഡൗൺ ഓൺ ടു ദ ഗ്രൗണ്ട്. നിറച്ചും മാങ്ങകൾ അല്ലേ, ഹൺഡ്രഡ്സ് ഓഫ് നൂറുകണക്കിന് മാങ്ങകൾ മഴ പെയ്യുന്നത് പോലെ താഴത്തേക്ക് വന്നു. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം അല്ലേ, അങ്ങനെ മഴ പെയ്യുന്നത് പോലെ താഴത്തേക്ക് വന്നു. റാണി ആൻഡ് ഹെർ ഫ്രണ്ട് ക്വിക്ക്ലി ഗാതേർഡ് ദം ഓൾ അപ്പ്. റാണിയും ഫ്രണ്ടും ചേർന്നിട്ട് അത് വേഗം പറക്കി കൂട്ടി അല്ലേ, അത് വേഗം എടുത്തു വെച്ചു. ഷീ നൗ ഹാഡ് എ ഹ്യൂജ് പൈൽ ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് ടു സെൽ. അപ്പോൾ ഇവക്ക് എന്തുണ്ട് ഇപ്പോൾ കയ്യിൽ? ധാരാളം ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട്. ഹെർ കൈൻഡ്നെസ് ടു ദ ഫോറസ്റ്റ് ആനിമൽസ് ബ്രോട്ട് ഹെർ എ വണ്ടർഫുൾ റിവാർഡ്. അവളുടെ ആനിമൽസിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ദയ അവൾക്ക് ധാരാളം റിവാർഡ്സ്, പ്രതിഫലം കൊണ്ട് കൊടുത്തു അല്ലേ. ആദ്യം കുറച്ച് ഫ്രൂട്ട്സേ അവളുടെ കയ്യിലുണ്ടായിട്ടു, ഇപ്പോഴോ ധാരാളം ഫ്രൂട്ട്സ് വന്നു. അപ്പോൾ അവളുടെ കൈൻഡ് ഹാർട്ട്നെസ് എന്ത് ചെയ്തു? അവൾക്ക് റിവാർഡ് കൊടുത്തു. കിട്ടിയേ, പഠിച്ചേ. നമ്മുടെ ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യട്ടെ അവരും കൂടി. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഓണപ്പരീക്ഷ ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ അടുത്ത് തന്നെ ഓണപ്പരീക്ഷയുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടീച്ചറെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.